കൽബ് 2024 പുറത്തിറങ്ങിയ റൊമാൻറ്റിക് പടമാണ് കൽബ്. ഈ പടം ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ നേരത്ത് 10 പേരില്ലെങ്കിൽ ഷോ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ നിരാശ തോന്നിയില്ല. ഇപ്പോൾ ഇത് ആമസോണിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര നിരാശ തോന്നി. കാരണം ഇത്രയും നല്ല റൊമാൻറ്റിക് പടം ഞാൻ തിയേറ്ററിൽ മിസ് ചെയ്തല്ലോ എന്ന് ഓർത്തു. സജിത് എന്ന ഡയറക്ടറിൻ്റെ 3ാമത്തെ പടമാണിത്. 2 പടം വലിയ കുഴപ്പമില്ല, പക്ഷേ ഇതെനിക്ക് ഭയങ്കര പേഴ്സണലി ഫേവറേറ്റ്. കാരണം ഇതിൻ്റെ കഥയിലൊരു പ്ലോട്ടാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് നമുക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പടത്തിന് ഓൺലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽപ്പോ എന്ന് പറയുന്ന നായകൻ അവൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സ്ത്രീയും കെട്ടി പുറത്തോട്ട് പോയി ഒന്ന് സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാൽപ്പയുടെ ഫ്രണ്ടിലോട്ടാണ് നായികയായ തുമ്പിയുടെ വരവ്. തുമ്പിയെ കണ്ടതിന് ശേഷം കാൽപ്പയുടെ മൈൻഡ് സെറ്റ് ഫുള്ള് മാറുന്നു. ഫസ്റ്റ് ഹാഫ് വരെ ഈ കാൽപ്പയും തുമ്പിയും തമ്മിലുള്ള പ്രേമമാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഇവരുടെ കോൺഫ്ലിക്റ്റ്, തുമ്പിയുടെ വീട്ടുകാരായിട്ട് കാൽപ്പയ്ക്ക് ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ് ഈ കഥ പറയുന്നത്. ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഈ പടം. എന്തായാലും ഈ പടം നമ്മൾ ആമസോണിൽ കണ്ടേ പറ്റുമെന്ന് എനിക്ക് നമുക്ക് തോന്നും. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്, നമ്മളിത് കണ്ടേ പറ്റൂ. കാരണം ഇത്രയും നല്ല പടം നമ്മൾ മിസ്സാക്കിയാൽ നമ്മൾ മലയാളത്തിൽ വന്ന് നഷ്ടമെന്ന് നമ്മൾ പറയും. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന രഞ്ജിത്ത് സജീവ് എന്ന പുള്ളി നമ്മൾ ഗോളത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഒരു പോലീസുകാരനായിട്ട് ഓക്കെ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്നുള്ളൊരു മാക്സിമം പൊട്ടൻഷ്യൽ ഇതിലെടുത്തിട്ടില്ല. പക്ഷേ ഈ കൽബിൽ നമ്മൾ സജിയായ പുള്ളിയുടെ മാക്സിമം പൊട്ടൻഷ്യൽ എടുത്ത് യൂസ് ചെയ്തിട്ട് കുറച്ച് ഹ്യൂമേഴ്സും കുറച്ച് ഫണ്ണും കുറച്ച് കളർഫുള്ളും ആയിട്ടുള്ള പടമാണ് നമ്മുടെ കൽബ്. എന്തായാലും മസ്റ്റ് വാച്ചാണ്, ഒന്ന് കണ്ടു നോക്ക്. കൂടുതൽ സിനിമ അപ്ഡേറ്റ്സിനും കൂടുതൽ സിനിമ റിവ്യൂസിനും കൂടുതൽ സിനിമ സജഷൻസ് നമ്മുടെ കാലിക്കേഷൻസ് ഫോളോ ചെയ്തേക്കും. അപ്പോൾ ഓക്കെ, ബൈ.